ഈ വേദിയിൽ ചില കാര്യങ്ങൾ അവരോട് എനിക്ക് പറയാനുണ്ട്. നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ 2 കാര്യമാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. 3 കാര്യം. ഒന്ന്, വായനാശീലം. കേരളത്തിൽ ഇപ്പോൾ 100% സാക്ഷരമുള്ള അഹങ്കാരം കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഇപ്പോൾ അതിൻ്റെ ആ കഴിവ് ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. അടുത്ത കാലത്തിനുണ്ടായ പത്രത്തിൽ നമ്മൾ വായിച്ചത് കേരളത്തിൽ സാക്ഷരതയുടെ ലെവൽ ഇപ്പോൾ താഴത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 100% ഇപ്പോൾ 92% ഉള്ളൂ. കാരണം ഒരു 60 ലക്ഷം അന്യ സംസ്ഥാന തൊഴിലാളികൾ മൈഗ്രൻസ് കേരളത്തിലേക്ക് വന്നു. അവർക്ക് സാക്ഷരത ഒന്നുമില്ല. അത് ഒരു കാരണമാണ്. 3.5 കോടി ജനങ്ങളിൽ 60,000 പുതിയ ആളുകൾ വരുമ്പോൾ അവർക്ക് സാക്ഷരത ഇല്ലാത്തപ്പോൾ നമ്മുടെ സാക്ഷരത ലെവൽ താഴത്തിലേക്ക് പോയി. ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ തന്നെ അവർക്ക് ഒരു സ്കൂൾ കോളേജിലോ ഒക്കെ പോയാൽ 4,000 സ്കൂൾ കോളേജുകളിൽ പോയ ആളാണ് ഞാൻ. 1, 2 അല്ല, 4,000 കഴിഞ്ഞ 5 വർഷത്തിൽ. എവിടെ പോയാലും A+ ഗ്രേഡ് 90% മാർക്സ്, A+ ഗ്രേഡ് 90% മാർക്സിൻ്റെ വിളി മാത്രമേ കേൾക്കുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ വലിയ പ്രയോജനമില്ല. A+ ഗ്രേഡ് കൊണ്ട് വന്നാലും വലിയ കോളേജിലോ അല്ലെങ്കിൽ നല്ല യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻ കിട്ടാൻ പോകുന്നില്ല. കാരണം അഡ്മിഷന് വേണ്ടി ഇപ്പോൾ പുതിയ ടെസ്റ്റ് അവിടെ വന്നു കഴിഞ്ഞു. ക്വാറ്റ്, കമ്പൈൻഡ് യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. പക്ഷേ പാരൻസും ടീച്ചർ മനസ്സിലാവാത്ത ഒരു കാര്യം, A+ ഗ്രേഡിന് മേലിൽ കൂടുതൽ സ്ട്രെസ് വെക്കുമ്പോൾ കുട്ടി സാധാരണ രീതിയിൽ പഠിക്കുന്ന ചില കാര്യങ്ങൾ പഠിക്കാതെ പോകുന്നു. അത് എന്തൊക്കെയാണ്? സ്കൂളിലാണെങ്കിൽ കുട്ടി നന്നായിട്ട് വായനാശീലം വർദ്ധിപ്പിക്കണം. ഇപ്പം തന്നെ അവിടെ ഇരിക്കുന്ന കുട്ടികളോട് ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കാം. ഈ സ്ഥലത്തിൻ്റെ MLA ആരാണ്? അതിൻ്റെ പേര് പറയൂ. ഒരാളെ എഴുന്നേറ്റിട്ട് പറയണം. സ്റ്റാൻഡ് അപ്പ് ആൻഡ് സേ. എന്ത് സംശയം? എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്? ഉറച്ചു പറയൂ. ഓ, കേരള മന്ത്രിസഭയിൽ എത്ര സ്ത്രീകൾ മന്ത്രിയാണ്? സ്ത്രീകളുണ്ട് ഇവിടെ. സ്ത്രീകളോട്, പാരൻസിനോടല്ല ഇത് ചോദ്യം. ഈസ് ടുവേർഡ്സ് ചിൽഡ്രൻ. ഹൗ മെനി വുമൻ ആർ മിനിസ്റ്റേഴ്സ് ഇൻ കേരള ഗവൺമെൻറ്? 3 പേര് പറയൂ. പേരറിയില്ല. ഇങ്ങനെയുള്ള ജനറൽ നോളേജ് കൊണ്ട് ഇത് കേൾക്കണം. പ്ലീസ് ലിസൺ ടു മീ. ഇങ്ങനെയുള്ള ജനറൽ നോളേജ് കൊണ്ട് നിങ്ങൾ ഹയർ സെക്കൻഡറി കഴിഞ്ഞിട്ട് ശേഷം കുറേ പരീക്ഷകളുണ്ടാവും. നീറ്റ്, JEE, IIT, സിവിൽ സർവീസ്. ഇത് പാസ്സാക്കാൻ പറ്റില്ല. സ്കൂളിൽ A+ ഗ്രേഡ് പുറകിൽ പോകാത്ത വായനാശീലം എവിടെ നമ്മൾ നന്നാക്കിയാൽ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ദൂഷ്യങ്ങൾ ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുടെ മറുപടി നിങ്ങളൊക്കെ പറയാമായിരുന്നു. കൈയക്ഷരങ്ങൾ നന്നാക്കുക. നല്ല കൈയക്ഷരങ്ങൾ കൊണ്ട് നല്ല മാർക്സ് കിട്ടുള്ളൂ. മോശമായ കൈയക്ഷരങ്ങൾ കൊണ്ട് മോശമായ മാർക്സേ കിട്ടുള്ളൂ. ഒരു പഴയ ലെക്ചറാറിൻ്റെ നിലയിലാണ് ഞാൻ പറയുന്നത്. 3, പുതിയ വിഷയങ്ങൾ വന്നു. നിങ്ങൾ ഈ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, ഹിസ്റ്ററി, കോമേഴ്സ്, BTech
അതുകൊണ്ട് മാത്രം മുന്നോട്ട് പോയാൽ കാര്യമില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മഷീൻ ലേണിംഗ്, സൈബർ സെക്യൂരിറ്റി, ഇതൊക്കെയാണ് ഈ വിഷയങ്ങളിൽ ഒരു ചെറിയ നോളേജ് താങ്കൾക്ക് ഹയർ സെക്കൻഡറി ലെവലിൽ ഉണ്ടായാലേ മതിയാവൂ. അടുത്ത 5 വർഷത്തിൽ 5 കോടി ജോലി പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കുന്ന ആളുകൾക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. അവിടെ നിന്ന് പുറത്ത് തന്നെ എക്സ്പെർട്ട്മാരെ വിളിച്ചിട്ട് 1-2 ക്ലാസ് കുട്ടികൾക്ക് വേണ്ടി നമ്മൾ നടത്തിയിരിക്കണം. മൂന്നാമത്തെ പുതിയ ജോലികൾ വന്നു. ഡോക്ടർ എഞ്ചിനീയറിൻ്റെ വിളി കേരളത്തിൽ നടത്താനുള്ള സമയം കഴിഞ്ഞു. ഒരു വർഷത്തിലെ എത്ര ഡോക്ടർമാരാണ് ഇന്ത്യ രാജ്യം എടുക്കുന്നത്? കഷ്ടിച്ച് 5000, അത്ര സീറ്റേ ഉള്ളൂ. വേറെ വിഷയങ്ങൾ കുറേ വന്നു. സിവിൽ സർവീസ്, IAS IPS വേണ്ടി താല്പര്യം കൂട്ടണം, പട്ടാളത്തിൽ പോകാൻ താല്പര്യം കൂട്ടണം. ഇപ്പോൾ എല്ലാ പെൺകുട്ടികളെ പട്ടാളത്തിൽ പോകാൻ സർക്കാർ അനുവദിച്ചിരിക്കുന്നു. 2 പെൺകുട്ടികൾ കഴിഞ്ഞ വർഷത്തിൽ NDA പരീക്ഷ പാസ്സായി ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് ഓഫീസറായിട്ട്. ആൻ മേരി ജോസ് തൃശ്ശൂർക്കാരിയാണ്. ശ്രീലക്ഷ്മി ഹരിദാസ് വയനാടുകാരിയാണ്. അവർക്ക് പാസ്സാക്കാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ കുട്ടികളിത് പാസ്സാക്കാൻ പറ്റൂലേ? സ്പേസ് സയൻറ്റിസ്റ്റ് ആക്കാൻ താല്പര്യം കൂട്ടണം. കുറച്ച് സമയം, ഒരു മാസം മുമ്പ് വരെ നമ്മുടെ ഇസ്രോ ചെയർമാൻ ഒരു മലയാളിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരറിയാമോ? ഇസ്രോ ചെയർമാൻ്റെ പേരെന്താണെന്ന്? ഇപ്പോൾ വേറെ ആളാണ്. ഒരു മാസം മുമ്പ് ആരായിരുന്നു? ശ്രീ V. സോമനാഥൻ സർ. സോമനാഥൻ സർ പഠിച്ചത് ഈ കൊല്ലം സ്കൂളിലെ ഇവിടെയൊക്കെ തൊട്ടടുത്തുള്ള ഒരു സോമനാഥൻ സാർക്ക് TKM കോളേജിൽ പഠിച്ചിട്ട്
ഇസ്രോ ചെയർമാനാക്കാൻ പറ്റുവാണെങ്കിൽ ആർക്കും ആവാം, താല്പര്യം വേണം. ചന്ദ്രയാനം 3 പേര് കേട്ടിട്ടുണ്ടോ? ചന്ദ്രയാനം 3 ഉണ്ടാക്കിയത് പത്രത്തിൽ ന്യൂസ് ഉണ്ടായിരുന്നു. ചന്ദ്രയാനം 3 ഉണ്ടാക്കിയത് 50% എഞ്ചിനീയേഴ്സ് സ്ത്രീകളായിരുന്നു, തമിഴ്നാട്, കേരളം നിന്ന്. അവർക്ക് ഒരു യാനം ഉണ്ടാക്കാൻ, സാറ്റലൈറ്റ് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികൾക്ക് അത് ആ രീതിയിൽ എന്തും ചെയ്യാൻ സാധിക്കും. സ്പോർട്സ് മിനിഞ്ഞാന്ന് ഇന്ത്യ അണ്ടർ 19 ഒരു ക്രിക്കറ്റ് വേൾഡ് കപ്പ് ജയിച്ച് വേൾഡ് കപ്പ് ടീമിലെ ഒരു മലയാളി പെൺകുട്ടി ഉണ്ടായിരുന്നു. പേരറിയാമോ? ആർക്കും? മിന്നുമണി അല്ല. മിന്നുമണി കളിക്കുന്നുണ്ട്, 19 താഴെ അല്ല. ജ്യോതിഷ വയനാടുകാരിയാണ്. നേരത്തെയും 3 പെൺകുട്ടികൾ ഇന്ത്യൻ സീനിയർ ക്രിക്കറ്റ് ടീമിൽ കളിച്ചു കൊണ്ടിരിക്കുന്നു. ഒന്ന് മിന്നുമണി, ഒന്ന് ആശ ഷാജന, ഒന്ന് സാജന സജീവൻ, PT ഉഷ മാഡം, അഞ്ജു ബോബി ജോർജ്, MD വത്സമ്മ, ഷൈനി വിൽസൺ, ജിമ്മി ജോർജ്, IM വിജയൻ, സഞ്ജു സാംസൺ. ഇവരാരാണ്? അവരെല്ലാം മലയാളികളാണ്. ഇന്ത്യ രാജ്യത്തിന് വേണ്ടി കളിച്ചവരാണ്. സ്പോർട്സിൽ നമ്മുടെ താല്പര്യമുണ്ടെങ്കിൽ അതും ആ മേഖലയിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി. ഭാഷ, മലയാളം ആൻഡ് ഇംഗ്ലീഷ് പ്രവാഹത്തിൽ സംസാരിക്കാനുള്ള കഴിവ് സ്കൂളിൽ ഏറ്റെടുക്കണം. പാരൻസിനെ കേൾക്കണം. നിങ്ങൾ ആ A+ ഗ്രേഡിൻ്റെ വിളിക്കൊണ്ട് ഇതെല്ലാം അവർ പഠിക്കാതെ പോകുന്നു. നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് ഇന്ത്യ രാജ്യത്തിലും കേരളത്തിലും ഇന്ത്യ രാജ്യത്തിലും ഇത് കേരളത്തിൽ അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു. കാരണം 100% സാക്ഷരത ഇവിടെ ഉണ്ട്. സിവിൽ സർവീസ് പരീക്ഷയിൽ 350-400 കുട്ടികൾ എഴുത്ത് പരീക്ഷയിൽ പാസ്സാവുന്നുണ്ട് എല്ലാ വർഷം. ഞാനൊരു സിവിൽ സർവീസ് പരീക്ഷയുണ്ട്, ഞാനൊരു മെൻറ്റർ കൂടിയാണ്, എനിക്കറിയാം. പക്ഷേ അവർ എഴുത്ത് പരീക്ഷ ശേഷം അവർ ഇൻ്റർവ്യൂവിന് വേണ്ടി ഡൽഹി പോകുന്നു. ഡൽഹിയിൽ അവിടെ ഇൻ്റർവ്യൂ നടക്കുന്നു. ആ ഇൻ്റർവ്യൂ ഇംഗ്ലീഷിലാണ് നടക്കുന്നത്. കാരണം അവർ ഓപ്റ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷാണ്. മലയാളം ആരും ഓപ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ മലയാളത്തിൽ സംസാരിക്കാനുള്ള വകുപ്പുണ്ട്. എന്നിട്ടും ഒരു മലയാളി ഇതുവരെ ഞാൻ മലയാളത്തിൽ സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല കഴിഞ്ഞ 15 വർഷത്തിൽ. പക്ഷേ അവർക്ക് നല്ല രീതിയിൽ അവർക്ക് കാര്യങ്ങൾ അറിയാം. പക്ഷെ നല്ല രീതിയിൽ അവർക്ക് കാര്യങ്ങൾ അവിടെ പറയാത്തപ്പോൾ അവർ 50 ആളായിട്ട് ആ നമ്പർ ചുരുക്കുന്നു. ഇതുവരെ കേരളത്തിൽ ഗൂഗിളിൽ കാണാം 50-നേക്കാൾ കൂടുതൽ മലയാളികൾ സിവിൽ സർവീസ് പരീക്ഷയിൽ പാസ്സായിട്ടില്ല. കാരണം അവർക്ക് പ്രവാഹത്തിൽ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അത് സ്കൂളിലാണ് പഠിപ്പിക്കേണ്ടത്. PTA പാരൻസ് അത് സമ്മതിക്കണം. ടീച്ചേഴ്സ് അതിനെ സംബന്ധിച്ച് തയ്യാറെടുപ്പ് എടുക്കണം, താല്പര്യം കാണിക്കണം. മലയാളം സിവിൽ സർവീസിൽ പാസ്സാക്കാൻ അനിവാര്യമാണ്. എത്രയോ കുട്ടികൾ മലയാളത്തിൽ ഫെയിലാവുന്നു. ഇങ്ങനെ പോയാൽ നമുക്ക് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു സ്കൂൾ പഠനം ഒരു കുട്ടിയുടെ സമ്പൂർണ്ണ വ്യക്തിത്വ വികസനമാണ്. പഠനം ഒരു ഭാഗം, ബാക്കിയുണ്ട് കുറേ ഭാഗം. വായനാശീലം, നന്നായിട്ട് പ്രവാഹത്തിൽ ഭാഷയിൽ സംസാരിക്കുക, പുതിയ വിഷയങ്ങൾ പഠിക്കുക, സ്പോർട്സോ പാട്ടോ ഡാൻസോ കുട്ടിക്ക് വേറെ കഴിവുണ്ടെങ്കിൽ ആ കഴിവിലേക്ക് പാരൻസും ടീച്ചേഴ്സും അവരെ പ്രോത്സാഹിപ്പിക്കുക. അതല്ലേ വേണ്ടത്. അത് സ്കൂളുകളിൽ കേരളത്തിൽ ഇപ്പം നടക്കുന്നില്ല. ചില സ്കൂളുകളിൽ മാത്രമേ ഞാൻ കാണുന്നേ ഉള്ളൂ. കൊല്ലത്തിൽ എഴുകോന്നിന് കൊല്ലത്തിൽ ഒരു സ്കൂളുണ്ട്, ലേക്ക് ഫോർഡ് സ്കൂളിൽ നിന്ന് ഞാൻ പോയി. അവർ ഗ്രേഡിന് വേണ്ടി സംസാരിക്കുന്നേ ഇല്ല. 3 വിഷയം കമ്പൽസറി ആക്കിയിരിക്കുന്നു. സ്പോർട്സ്,
ഒരു ഗെയിം സ്കൂളിൽ കളിച്ചിട്ടേ കുട്ടി വീട്ടിൽ പോകാൻ പാടുള്ളൂ. മ്യൂസിക്, ഏതൊരു വെസ്റ്റേൺ മ്യൂസിക് ഇല്ലെങ്കിൽ ക്ലാസിക്കൽ മ്യൂസിക്കിന് ആണായാലും പെണ്ണായാലും ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടേ, എന്തെങ്കിലും ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റോ പാട്ടോ ഡാൻസോ അത് ചെയ്തിട്ടേ വീട്ടിൽ പോകാൻ പാടുള്ളൂ. മൂന്നാമത്തെ, സ്വയം രക്ഷ, സെൽഫ് ഡിഫെൻസ്. അതിനുവേണ്ടി ആ കുട്ടികളെല്ലാം ഒരു കരാട്ടെ ക്ലാസ്സിൽ 20 മിനിറ്റോ 25 മിനിറ്റ് അതോ ഒരു കരാട്ടെ ക്ലാസ്സിൽ പോയി അത് പഠിച്ച ശേഷമേ വീട്ടിലേക്ക് പോകാൻ പാടുള്ളൂ. 3 വിഷയങ്ങളും പഠിച്ചിട്ടേ വീട്ടിലേക്ക് പോകാവൂ. ഉണ്ടോ ഇവിടെ സ്കൂളുകളിൽ? ഒന്നുമില്ല. ഫിസിക്കൽ എക്സസൈസിൻ്റെ പേരിന് നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? സൈക്കിൾ പോലും നമ്മൾ ചവിട്ടുന്നില്ല. ഇപ്പോൾ ആരും സൈക്കിൾ ചവിട്ടിട്ട്, എത്ര കുട്ടികളാണ് സൈക്കിൾ ചവിട്ടിട്ട് സ്കൂളിൽ പോകുന്നത്? സത്യം പറയണം, ചർച്ചിലെ കള്ളം പറയാൻ പാടില്ല ഇവിടെ. ഏയ്, എത്ര ദൂരമാണ് നിങ്ങളുടെ വീട് സ്കൂളിൽ നിന്ന്? എത്ര? 5 കിലോമീറ്ററേക്കാൾ സൈക്കിൾ ആരാണ് ചവിട്ടുന്നത്? ഒരാൾ. സത്യമാണോ? നല്ല കാര്യം. പക്ഷേ നമ്മളൊക്കെ പഠിച്ചതല്ല, മുഴുവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ സൈക്കിളിലായിരുന്നു ജീവിതം. സൈക്കിൾ ചവിട്ടണമെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഫിസിക്കൽ എക്സർസൈസ് ഉണ്ടാവുന്നു. കുട്ടികൾ നമ്മുടെ ശരീരം നോക്കാൻ വേണ്ടി ദിവസേന കുറച്ച് എക്സർസൈസ് വേണം. എന്ത് എക്സർസൈസാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത്? രാവിലെ എഴുന്നേറ്റുക, തയ്യാറാവുക, സ്കൂൾ പോവുക, 8 മണിക്കൂർ അവിടെ ഇരിക്കുക, തിരിച്ചു വരിക, 1-2 മണിക്കൂർ ട്യൂഷനിൽ പോവുക, പിന്നെ വന്നിട്ട് കുറച്ച് ഹോംവർക്ക് ചെയ്തിട്ട് ആഹാരം കഴിച്ചിട്ട് കിടക്കുക, അല്ലേ? ഇല്ലെങ്കിൽ ഇരുന്ന് എവിടെയെങ്കിലും മൊബൈൽ ഫോൺ കൊണ്ട് കളിക്കുക. ഇത് എവിടെയാണ് ഫിസിക്കൽ എക്സർസൈസ്? ഫിസിക്കൽ എക്സർസൈസ് ഇപ്പോൾ സൈക്കിൾ ചവിട്ടലില്ല, ജിമ്മിൽ കുട്ടികൾ പോകുന്നില്ല, വൈകുന്നേരം വീട്ടിൽ പുറത്ത് അവർ കളിക്കുന്നില്ല. ഇങ്ങനെ പോയാൽ നമ്മുടെ ശരീരം അതിനകത്ത് കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും, വെയിറ്റ് കൂടും. ഇപ്പോൾ പറയുന്നത് കുട്ടികൾക്ക് ഡയബറ്റീസ്, BP, ഹാർട്ടിൻ്റെ പ്രോബ്ലം തുടങ്ങിയിരിക്കുന്നു. 2 മാസം മുമ്പ് ഒരു കുട്ടീനെ, 3 വയസ്സുള്ള കുട്ടീനെ ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിച്ച് പത്രത്തിൽ റിപ്പോർട്ട് ഞാൻ വായിച്ചു. കാരണം ഒന്നുമില്ല, എക്സർസൈസ് ഇല്ല, ഒന്നുമില്ല. അത് മാറ്റണം. 1 മണിക്കൂറെങ്കിലും നിങ്ങൾ എന്ത് ഗെയിമോ ഓട്ടമോ ചാട്ടമോ ഇല്ലെങ്കിൽ സുഹൃത്തുക്കളെ കൊണ്ട് വീട്ടിൽ പുറത്തോ കളിച്ചാലേ മതിയാവൂ. ഇതൊക്കെയാണ് സ്കൂളിൽ ചെയ്യേണ്ടത്. അവസാനത്തെ 2 കാര്യം, മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം. 7 മണിക്കൂറാണ് ഇന്ത്യയിലെ ഒരു കുട്ടി പൊതുവെ ഒരു ദിവസം സോഷ്യൽ മീഡിയയിൽ സമയം കളയുക. 7 hours. അത് ആവറേജാണ്. ചില കുട്ടികൾ 3-4 മണിക്കൂർ, ചില കുട്ടികൾ 9-10 മണിക്കൂർ. ഈ വയസ്സുള്ള കുട്ടിയും വീട്ടിൽ ആഹാരം കഴിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഇത് ഓൺ ചെയ്തിട്ട് വെക്കണം. അതിന് ശേഷം മാത്രമേ അവർ ആഹാരം കഴിക്കുകയുള്ളൂ. നമ്മൾ എവിടെ എത്തും? പാരൻസിന് ഇതിന് യാതൊരു ഒരു ഭാവം പോലെ ഇല്ല. അവരും കുട്ടികളുടെ മുമ്പിൽ കുറേ നേരം ഫോണിൽ സംസാരിച്ചിരിക്കുന്നു, ഇല്ലേ? ആദ്യത്തെ അത് നിർത്തണം. അവർ പറയുന്നത് കുട്ടികൾ നമ്മൾ പറഞ്ഞ കാര്യമല്ല കേൾക്കുക, കുട്ടികൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക. അമ്മക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുമല്ലോ, വൈകുന്നേരം ആഹാരം കഴിക്കുമ്പോൾ ആരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടാകാൻ പാടില്ല, അത്രയൊക്കെ ചെയ്യാമല്ലോ. ഈ കുട്ടി വീട്ടിൽ നമ്മുടെ മുറിയിൽ കിടക്കാൻ പോകുമ്പോൾ മൊബൈൽ ഫോൺ പുറത്ത് വെച്ചിട്ടേ കിടക്കാൻ പാടുള്ളൂ, അതും ചെയ്യാമല്ലോ. സ്കൂളിൽ ഇപ്പോൾ മൊബൈൽ ഫോൺ ഇല്ല, അവർ ഉപയോഗിച്ചോട്ടെ, ബട്ട് ഓൺലി ഫോർ 1 hour. നിയമം വരാൻ പോകുന്നു, ഓൾറെഡി ഇറ്റ് ഈസ് ഇൻ ദ പാർലമെൻറ്റ്. ചൈന, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, അമേരിക്കൻ്റെ കുറേ സംസ്ഥാനങ്ങളിൽ നിയമം വന്നു കഴിഞ്ഞു. ഒരു കുട്ടി 1 മണിക്കൂറേക്കാൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാൽ അതിന് ഉത്തരവാദി പാരൻസ് ആയിരിക്കും. ആ നിയമം ഇന്ത്യയിൽ വരാൻ പോകുന്നു.
നിയമം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നന്നായാൽ മതി. കാരണം ആ സോഷ്യൽ മീഡിയ കൊണ്ട് അവർ വയലൻ്റ് ആവുന്നു കുട്ടികൾ. ഈ അടുത്ത കാലത്തിൽ ഒരു ചെറിയ ഒരു വാട്സപ്പ് ക്ലിപ്പ് ഉണ്ടായിരുന്നു. ഒരു കുട്ടി പ്രിൻസിപ്പലിനോട് എത്ര മോശമായിട്ട് സംസാരിക്കുന്നു, പ്രിൻസിപ്പളിനെ തള്ളുന്നു, അമ്മ അച്ഛനെ കൊല്ലുന്നു. ഇത് പുതിയ കാര്യങ്ങളാണ്. ഇതവർ പഠിക്കുന്നത് എവിടെയാണ്? സോഷ്യൽ മീഡിയയിൽ മാത്രം, മൊബൈൽ ഫോണിൽ മാത്രം. അത് നിർത്താലേ മതിയാവും. രണ്ടാമത്തെ കാര്യം, ഇതുകൊണ്ട് താങ്കളുടെ ഉറക്കം പോയി. യു ആർ സ്ലീപ്പിംഗ് ലെസ്, ഫോക്കസ് പോയി. ഒരു സർവേ പറയുന്നത് ലോകത്തിൽ മൊത്തം, ഇന്ത്യ ഉൾപ്പെടെ, കുട്ടികൾക്ക് ഇപ്പോൾ 3 മിനിറ്റിനേക്കാൾ കൂടുതൽ ഒരു വിഷയത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. കൺസെൻട്രേഷൻ ഈസ് ഗോൺ, ഓൾ ബിക്കോസ് ഓഫ് മൊബൈൽ ഫോൺ. അവർ പൈസ വെച്ചിട്ട് റമ്മി കളിക്കുന്നു ഓൺലൈൻ. പൈസ അവർക്ക് കയ്യിലില്ല. അമ്മ അച്ഛന്മാരുടെ പൈസ മോഷ്ടിക്കുന്നു. അമ്മ നോ പറയുമ്പോൾ അമ്മയെ കൊല്ലുന്നു. 8 അമ്മമാരെ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഇവിടുത്തെ നമ്മുടെ കേരളത്തിൽ കുട്ടികൾ കൊന്നു കഴിഞ്ഞു. ഒന്ന് ആലോചിക്കണം. ഇറ്റ്സ് എ സീരിയസ് തിങ്. യു ക്യാൻ കൺട്രോൾ. നിങ്ങളുടെ ഇത് അടിമയായ ശേഷം പിന്നെ തകർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അടിമ ആവുകയാണെങ്കിൽ കൗൺസിലറുടെ അടുത്ത് കൊണ്ടുപോയി കുട്ടിയെ ചികിത്സിപ്പിക്കണം. കുട്ടീനെ നന്നാക്കാൻ കുറേ ശ്രമം വേണം. ഇല്ലെങ്കിൽ ടീച്ചർമാരുടെ മുമ്പിൽ വന്നിട്ട് അയ്യോ സർ ഞാൻ പറഞ്ഞാൽ അത് കേൾക്കുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല. സെക്കൻഡ് പ്രോബ്ലം ഈസ് ഡ്രഗ്സ്. ഡ്രഗ്സിന് നമ്മൾ ഇത് സംസാരം വരുമ്പോൾ MDMA കഞ്ചാവാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അത് അല്ല കുട്ടികൾ കഴിക്കുക. എക്സൈസ് കമ്മീഷണറായിട്ട് ഇരുന്ന ആണ് ഞാൻ. ദാറ്റ് ഈസ് നോട്ട് ദ ഫസ്റ്റ് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ് ഈസ് പാൻ പരാഗ്, പാൻ മസാല, ജർദ, കുട്ടുക്ക, ഖേനി, ഹാൻസ് എല്ലാ തട്ടക്കടകളിലും ഉണ്ട്. നിങ്ങൾ പോയാൽ തരൂല്ല. അവർ ഒറ്റയ്ക്ക് പോയാൽ അവരുടെ കാർഡ് നോക്കും. ആ സ്കൂൾ കാർഡ് കാണിച്ച മോനെ സ്കൂൾ കാർഡ് കാണിച്ചാൽ എല്ലാ സാധനമാണ് അവരോട് തരുന്നുണ്ട്. ഐ ക്യാൻ സേ വിത്ത് കോൺഫിഡൻസ്, എനിക്കറിയാം. കേരളത്തിൻ്റെ 20,000 സ്കൂളുകളുടെ 100 മീറ്റർ 200 മീറ്ററിൻ്റെ പരിധിയിൽ തട്ടക്കടകളിൽ പെട്ടിക്കടകളിൽ ഈ സാധനങ്ങൾ ഉണ്ട്, സംശയം വേണ്ട. ആ തട്ടക്കട നമ്മൾ പ്രിൻസിപ്പൽ, PTA അംഗങ്ങൾ, പോലീസും എക്സൈസിൻ്റെ സഹായം കൊണ്ട് നമ്മുടെ കുട്ടികളുടെ കാര്യം നോക്കണ്ടേ? അത് നമ്മൾ ഒരു മാസത്തിൽ 1-2 പ്രാവശ്യം നമ്മൾ പരിശോധിപ്പിക്കേണ്ടതാണ്. കാരിയറിൻ്റെ കാര്യം സാർ പറഞ്ഞു. ഇതിനെ സംബന്ധിച്ച കാര്യം പറയാം. കാരിയറായിട്ട് ഇപ്പോൾ കൂടുതൽ കാരിയറായിട്ട് ഇപ്പോൾ കൂടുതൽ ലഹരി വസ്തുവിൻ്റെ കാരിയറായിട്ട് ഇപ്പോൾ കൂടുതൽ പ്രവർത്തിക്കുന്നത് ആണുങ്ങളല്ല, പെണ്ണുങ്ങളാണ്. കേരളത്തിലും ഉണ്ട് കുട്ടികളുടെ ജയിലുകൾ. കുട്ടികളുടെ ജയിലുകളിൽ 400 കുട്ടികൾ ജയിലിൽ കിടക്കുന്നു. ആ കുട്ടികളെ ആരാണ്? അവർ ഇതുപോലെയുള്ള കുറേ 5,000 രൂപ 2,000 രൂപ കുട്ടിയുടെ കയ്യിൽ തരും. ഈ പാക്കറ്റ് കുട്ടി ഇവിടെ നിന്ന് അവിടെ കൊണ്ടുപോയാൽ മതി. പോലീസിന് വിവരം അറിയുന്നു. ഒന്ന് പഠിച്ച കുട്ടി, പോലീസ് അവർ കുട്ടിയെ പിടിക്കുന്നു. കൊടുത്ത ആൾ അറിയില്ല, എവിടെ കൊണ്ടുപോകുന്നു അറിയില്ല. ജയിലിൽ പോകുന്നത് ഈ കുട്ടിയാണ്. ആ 400 കുട്ടികളാണ് ജയിലിൽ കിടക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം. ആരുമായാലും സ്വന്തം പാരൻസ് കൊടുത്താലും പാക്കറ്റിൻ്റെ അകത്ത് എന്താണ് നോക്കാതെ കൊണ്ടുപോകാൻ പാടില്ല. എന്താണ് ഞാൻ നോക്കട്ടെ, ഞാൻ കൊണ്ടുപോവുള്ളൂ. അത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഒരു അപകടത്തിൽ ചാടാൻ പോകുന്നു. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിനെ സംബന്ധിച്ചാണ് സ്കൂൾ കോളേജുകളിലെ ക്ലാസ്സുകളൊക്കെ നടത്തേണ്ടത്. കുട്ടികളെ ഇത് മോശമാണ്, കുട്ടിക്ക് അറിയില്ല.
ഡ്രഗിൻ്റെ പരിഭാഷ ഇവിടെ ആർക്കും പറയാൻ പറ്റുമോ? ലഹരിൻ്റെ പരിഭാഷ ഒന്ന് പറയൂ കുട്ടി. ആരും അത് അവരുടെ കുറ്റമല്ല. സ്കൂളുകാർ അവർക്ക് വേണ്ടി ഇതിനെ സംബന്ധിച്ച് ക്ലാസ്സിൻ്റെ ഏർപ്പാട് ചെയ്തിട്ടില്ല. അതാണ് കുഴപ്പം. ചെയ്യണം. ക്രിസ്ത്യൻ മിഷണറി സ്കൂളിൽ അറ്റ്ലീസ്റ്റ് ഈ നമ്മുടെ ഈ ഇടവകയിൻ്റെ കുറേ സ്കൂൾ കാണുമല്ലോ, അതിനകത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അറ്റ്ലീസ്റ്റ് നൗ ദേ ഷുഡ് അറേഞ്ച്. കുട്ടികളുടെ അവരെ ലൈബ്രറിയിൽ കൊണ്ടുപോകണം. ഇപ്പോൾ പുതിയ ഈ ലേക്ക് ഫോർഡ് സ്കൂളിൽ ഞാൻ വേറെ ഒരു പ്രത്യേകത ഞാൻ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാ ക്ലാസ്സുകളിൽ 100 പുസ്തകങ്ങൾ അവർ വെച്ചിട്ടുണ്ട്. 1ാമത് ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വരെ. അവരെ കുറേ മിക്കവാറും നിങ്ങൾ പറഞ്ഞാൽ എല്ലാ ക്ലാസ്സുകളും ഇപ്പോൾ ലൈബ്രറി ആയിട്ട് മാറ്റി. കുട്ടികൾക്ക് സമയം കിട്ടിയാൽ കുട്ടി പോയി ആ ബുക്ക് നോക്കും. കുട്ടിക്ക് വായിക്കാൻ താല്പര്യം കൂടുന്നു. ഇഫ് ദേ ക്യാൻ ഡു, അതർ സ്കൂൾസ് ക്യാൻ ഓൾസോ ഡു. കുറേ 50-100ഓളം പുസ്തകങ്ങൾ വെച്ചാൽ മതി ഇൻ എവറി ക്ലാസ്. അങ്ങനെ അവരുടെ വായനാശീലമൊക്കെ കൂടുകയുള്ളൂ. വീണ ജോർജ് മാഡമിൻ്റെ പേര് പറയേണ്ടതാണ്. ഷീ ഈസ് സോ പോപ്പുലർ. പിന്നെ ചിഞ്ചുറാണി മാഡമിൻ്റെ വീട് തന്നെ ഇവിടെയൊക്കെയാണെന്ന്, നമ്മുടെ കൊല്ലം ജില്ലയിലാണ്. ആ മാഡം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ പേര് പറയാത്ത എങ്ങനെ? അത് കുട്ടികൾ തന്നെത്താൻ പഠിക്കാൻ ശ്രമിച്ചാലേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ സ്കൂൾ, ഈ പുതിയ തലമുറ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ സ്കൂൾ കോളേജിന് ശേഷം നമ്മുടെ ഒരുപാട് PSC പരീക്ഷകളുണ്ടാവും, ആയിരക്കണക്കിന് വേറെ പരീക്ഷ ഉണ്ടാവും. ചില ആളുകൾ ജോലി ചെയ്യാൻ പുറത്തേക്ക് പോവും. പക്ഷെ പുറത്തേക്ക് നല്ല എഡ്യൂക്കേഷൻ എടുക്കാതെ പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾക്ക് ഒരു കടയിൽ ജോലി ചെയ്യാനുള്ള ജോലി മാത്രമേ കിട്ടുള്ളൂ. ഗൾഫിൽ പോവാം. 25 ലക്ഷം മലയാളികളുണ്ട് UAE മാത്രം. സൗദി അറേബ്യയിൽ 35 മലയാളികൾ സൗദി അറേബ്യയിൽ മാത്രം. ഏകദേശം 60 ലക്ഷം മലയാളികൾ ഗൾഫിൽ ജോലി ചെയ്യുന്നു. പക്ഷെ മിക്കവാറും അവരെ നാം കാണുന്നത് ഒരു സീനിയർ ഓഫീസർ, ഒരു കമ്പനീൻ്റെ ഓർഡർ ഉണ്ട്. വളരെ കൂടുതൽ ആളുകൾ താഴത്ത് ജോലി ചെയ്യുന്നു. വൈ? അവർ നല്ല ഹയർ എഡ്യൂക്കേഷൻ വാങ്ങാതെ പോയവരാണ്. അവർക്ക് നന്നായിട്ട് പഠിച്ചിട്ട് പോയാൽ മതിയായിരുന്നു. അമേരിക്കയിൽ നോക്കൂ. അമേരിക്കയിൽ 5 ലക്ഷം ഇന്ത്യൻ ഡോക്ടേഴ്സാണ്. 10 ലക്ഷം ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് അവിടെ ഉണ്ട്, മലയാളികൾ ഉൾപ്പെടെ. അവർ നന്നായിട്ട് ഇവിടെ പഠിച്ചിട്ട് IIT പരീക്ഷ പാസ്സാക്കി പോയവരാണ്. അതുകൊണ്ടാണ് അവർക്ക് നല്ല ശമ്പളവും കൂടിയുണ്ട്. അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ നിങ്ങളുടെ നല്ല രീതിയിൽ പഠിച്ചിട്ട് പോയില്ലെങ്കിൽ നമുക്ക് നല്ല ജോലി കിട്ടില്ല. 6000 മലയാളികൾ ദിവസേന കേരള വിടുന്നു. അത് അറിഞ്ഞോ? 6000 മലയാളീസ് ആർ ലീവിങ് കേരള എവറി ഡേ. 3000 മൈഗ്രൻസ്, അന്യ സംസ്ഥാന തൊഴിലാളികൾ ദിവസേന കേരളത്തിലേക്ക് എത്തുന്നു. ദീസ് ആർ ഫാക്ട്സ്. ഇത് അംഗീകരിക്കാൻ ആരും തയ്യാറാവുന്നില്ല. അപ്പോൾ ഇങ്ങോട്ട് വന്നവർക്ക് താമസിക്കാനോ അവരുടെ പഠനത്തിന് വേണ്ടിയോ എന്തെങ്കിലും വ്യവസ്ഥ നമ്മൾ ചെയ്യണ്ടേ? ഔട്ട് ഓഫ് 4 ജോലിക്കാരുടെ ഇടയിൽ ഒരാൾ പുറത്തുനിന്ന ആളാണ്. ആ കണക്ക് നോക്കിയാൽ മതി. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നിർത്തുന്നു. അപ്പോൾ നമ്മൾ സ്കൂൾ കോളേജ് ലെവലിൽ നമ്മൾ പഠിക്കാൻ കുറേ മാറ്റങ്ങൾ വേണം. അത് പാരൻസ് ശ്രദ്ധിച്ചാലേ നടക്കുകയുള്ളൂ. കുട്ടികൾ എന്നോട് പരാതി പറയാനുണ്ട്. ജസ്റ്റ് ഞങ്ങൾ A+ ഗ്രേഡിൻ്റെ സംബന്ധിച്ച് മാത്രമേ വീട്ടിൽ സംസാരമുള്ളൂ, വേറെ സംസാരമൊന്നുമില്ല. ഞാൻ നന്നായിട്ട് ഓടുന്ന ഒരു പെണ്ണാണ്. എനിക്ക് 100 മീറ്ററിൽ നല്ല കഴിവുണ്ട്. പക്ഷേ അമ്മ പറയുന്നു മതി
നിങ്ങൾ പോയി ഒരു മുറിയിൽ പോയി പഠിക്കടി. എനിക്ക് 100% കാര്യം ആരും നോക്കുന്നില്ല സർ. ഈ 100 മീറ്ററിൻ്റെ നല്ല റേസിൻ്റെ കാര്യം അവർക്ക് താല്പര്യമില്ല. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ കുട്ടിക്ക് വിഷമമുണ്ടാവും. വിഷമമുണ്ടായാൽ 3 കാര്യങ്ങളുണ്ടാവും. കുട്ടികളുടെ മേലിൽ A+ ഗ്രേഡിൻ്റെ സ്ട്രെസ് പിരിമുറുക്കം കൂടിയാൽ അവർക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് നിങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ 3 കാര്യങ്ങളുണ്ടാവും. ഒന്ന്, അവർ ചിലപ്പോൾ വീട് വിട്ടിട്ട് പോവും. 65,000 കുട്ടികൾ ഇന്ത്യ രാജ്യത്തിൽ ഒരു വർഷത്തിൽ വീട് വിട്ടിട്ട് പോകുന്നു. അതായത് ഒരു മണിക്കൂറിൽ 8 കുട്ടികൾ, ഒരു 8 മിനിറ്റിൽ ഒരു കുട്ടി. രണ്ടാമത്തെ, ചിലപ്പോൾ ആത്മഹത്യ അവരെ വിചാരിക്കാം. ഓരോ മണിക്കൂറിൽ ഒരു കുട്ടി ഇന്ത്യ രാജ്യത്തിൽ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് കാരണം എന്താണ്? ഒരു കുട്ടിക്ക് ആത്മഹത്യ ചെയ്യാൻ ഒരു കാരണവുമില്ല. വീട്ടിലെല്ലാം ഫ്രീ ആണ്. കിടക്കാൻ മുറിയുണ്ട്, ആഹാരം ഉണ്ടാക്കാൻ അമ്മ ഉണ്ട്, ഫീസ് കൊടുക്കാൻ അച്ഛനുണ്ട്. പക്ഷേ അവർ പറയുന്നത് അവർക്ക് ഈ ഗ്രേഡിൻ്റെ ആ ഗ്രേഡ് കൊണ്ട് ഉണ്ടാകുന്ന ടെൻഷൻ കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആത്മഹത്യ പല കാരണങ്ങളുമുണ്ട്. ഇത് ഏറ്റവും വലിയ കാരണം. മൂന്നാമത്തെ, അവർ സ്ട്രെസ് താങ്ങാൻ പറ്റാത്ത ആവുമ്പോൾ അവർ ലഹരി വസ്തു കഴിച്ചിട്ട് ആ സ്ട്രെസ്സിനെ താഴത്തിലേക്ക് താത്കാലികമായി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇത് 3ഉം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. കുട്ടിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ അനുവദിക്കുക. 10th ക്ലാസ്സിൽ കുട്ടീനോട് ചോദിക്കണം, എന്താ പരിപാടി? കുട്ടി പറയും. എന്താ പറയൂലേ? എന്താ? ഒന്നാമത്തെ ആൾ എഴുന്നേറ്റ്, എന്താ നിങ്ങൾ ഭാവിയിൽ ഏത് ജോലി ചെയ്യാനാണ് താല്പര്യം? എന്നോട് പറയൂ. ഇത് നിങ്ങളുടെ ചേട്ടനാണോ? ചേട്ടനെ ചോദിച്ചിട്ടേ പറയുള്ളൂ. എന്താണ് മനസ്സിൽ? പറയൂ. ക്വിക്ക് ക്വിക്ക്, എനിക്ക് പോകാൻ വണ്ടിയുണ്ട്, സമയം കഴിഞ്ഞു. നിങ്ങൾ കാരണം കൊണ്ട് എനിക്ക് വണ്ടി കിട്ടാതെ ആയി പോവോ? യെസ്, കുറച്ച് പറയൂ. പോലീസ്, വെരി ഗുഡ്, സിറ്റ് ഡൗൺ. യു റിസർച്ച്, വെരി ഗുഡ്. അമ്മ അച്ഛന്മാരെ കേൾക്കാനുണ്ടോ? ഇനിയും ചിലപ്പോൾ വീട്ടിൽ പോയി ഇയാൾ എന്നിട്ട് എന്തെങ്കിലും പറയൂ. യെസ്, നമ്പർ 4, പോലീസ്, വെരി ഗുഡ്. പെൺകുട്ടി, ഹലോ. പോലീസ്, ടീച്ചർ, ഇതാ കണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള അത് ഞാനാണ് ചോദിക്കുന്നത്, ഞാനല്ല ചോദിക്കേണ്ടത്, നിങ്ങളാണ് ചോദിക്കേണ്ടത്. വെരി ഗുഡ്. ടീച്ചർ കാര്യം ബന്ധത്തിൻ്റെ പേരിൽ കൈയടിക്കാം. അവർ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്താൽ അവർക്ക് ഒരു ലഹരിയും വേണ്ട, വീട്ടിൽ നിന്ന് ഓടിപ്പോകലും വേണ്ട, ഒന്നും വേണ്ട. അവർ ആ കാര്യത്തിൽ അവർ അതിന് പുറകിലായിക്കോളും. കാലം മാറി, നിങ്ങൾ മാറണം. ഇപ്പോൾ പണ്ടത്തെ പോലെ ഇല്ല. നിങ്ങളുടെ പേരൻസ് നിന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങളത് ചെയ്തു ചെയ്യാതെ ഇരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾ അത് ചിലപ്പോൾ കേൾക്കാൻ പോലും തയ്യാറാവില്ല എന്ന് ഞാൻ പറഞ്ഞേക്കാം. പിന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ആരോട് ദോഷം പറയരുത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നിർത്തുന്നു.